ആൻ എസ്കോർട്ട് ഫ്രം കൊച്ചിൻ. ചെറുകഥ. മാം, ഇന്നൊരു ദിവസത്തേക്കല്ലേയുള്ളൂ. റിസപ്ഷനിലെ പെൺകുട്ടിയുടെ ചോദ്യമാണ് അവിടുത്തെ ഭിത്തിയിലെ ഭംഗിയുള്ള ആർട്ടിൽ നോക്കി നിന്നിരുന്ന തന്റെ ചിന്തകളെ മുറിച്ചത്. അതെ, തന്റെ തിരിച്ചറിയൽ കാർഡ് തിരികെ വാങ്ങി ബാഗിൽ വെക്കുമ്പോൾ അവൾ പറഞ്ഞു. റൂം നമ്പർ 103 തേർഡ് ഫ്ലോർ. ലിഫ്റ്റ് ചൂണ്ടിക്കാണിച്ച് ആ വെളുത്തു മെലിഞ്ഞ പെൺകുട്ടി പറഞ്ഞു. ലിഫ്റ്റിലേക്ക് നടന്ന അവൾ പെട്ടെന്ന് തിരിഞ്ഞ് റിസപ്ഷനിലേക്ക് വന്നു. എനിക്കൊരു വിസിറ്റർ ഉണ്ടാകും. 12:00 മണിക്ക് ആളെത്തും. വന്നാൽ റൂമിലേക്ക് വിട്ടോളൂ. മം, ഈസ് ഇറ്റ് മെയിൽ ആർ ഫീമെയിൽ? ഐ ആം നോട്ട് ഷുവർ. ഇറ്റ്സ് മൈ ബിസിനസ് അപ്പോയിന്റ്മെന്റ്. ആ ചെറിയ കള്ളം പറയുമ്പോൾ തന്റെ വാക്കുകൾ ഇടറിയോ എന്നൊരു സംശയം ഉള്ളിൽ തോന്നി. എങ്കിലും പുറമേ ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ ലിഫ്റ്റിലേക്ക് നടന്നു. 103-ലെത്തി വാതിലടച്ചു. ലോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അല്പം സമാധാനമായ പോലെ അവൾ ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടിക്കു മുന്നിൽ വന്നു നിന്നു. ശില്പ പറഞ്ഞത് ശരിയാണ്, താനെന്ന് വല്ലാതെ സുന്ദരിയായിരിക്കുന്നു. പതിവില്ലാതെ അല്പം മേക്കപ്പ് ഒക്കെ ചെയ്തതുകൊണ്ടാകും. റിസപ്ഷനിൽ തന്നെ ആരും തിരിച്ചറിയാഞ്ഞത് ഒരുപക്ഷേ തന്റെ ഈ മേക്കപ്പ് ആകാം. ഉടുത്തിരുന്ന സാരിയുടെ പിന്നഴിച്ച് തുമ്പ് കൈകളിലൂടെ വീശിയിട്ട് കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കി. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും എടുത്തു നോക്കിയത്. ഓണാക്കി ചെവിയോരം വെച്ചു. ചേച്ചി റൂമിലെത്തിയോ? ആഹ്, ശില്പ. ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, അതുതന്നെ ഭാഗ്യം. അതിനല്ലേ ചേച്ചി കൊച്ചിയിലേക്ക് പോകാൻ പറഞ്ഞത്? അവിടെ ആരും തിരിച്ചറിയില്ലല്ലോ. ആഹ് ചേച്ചി, പേടിക്കാനൊന്നുമില്ല. ചേച്ചി ആഗ്രഹിച്ച സുവർണ നിമിഷങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് തിരികെ പോരുക. ആൾ ദി ബെസ്റ്റ്. ഇക്കാര്യത്തിനൊക്കെ ആശംസ അറിയിക്കുന്ന ആളിനെ ആദ്യമായാണ് കാണുന്നത്. മനസ്സിൽ മറഞ്ഞിരിക്കുന്ന ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണിത്. സോ ലെറ്റ്സ് വിൽ എൻജോയ് ദി ലൈഫ്. ഓക്കേ. ശില്പ ചേച്ചി കാശ് കരുതിയിട്ടുണ്ടോ? കാര്യം കഴിഞ്ഞാൽ ആൾക്ക് കാശ് റെഡി കൊടുക്കേണ്ടി വരും. ഉണ്ട്, പറഞ്ഞ തുക കാശായി കരുതിയിട്ടുണ്ട്. ഓക്കേ ചേച്ചി, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്ക് എന്ന് പറഞ്ഞ് ശില്പ ഫോൺ കട്ട് ചെയ്തു. ബെഡിലേക്കിരുന്നു കൊണ്ട് മൊബൈലിൽ അയാളുടെ പ്രൊഫൈൽ ഒന്നുകൂടി എടുത്തു നോക്കി. ഫോട്ടോയിൽ ആള് സുന്ദരനാണ്. ഇനി വേറൊന്നും നോക്കാനില്ല, തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക എന്ന ലക്ഷ്യം മാത്രം. മൊബൈൽ ബെഡിലേക്കിട്ട് ചാരിക്കിടന്നു. ഉടുത്തിരുന്ന സാരി ഉടയാതിരിക്കാൻ അല്പം ഇടർത്തിവെച്ചു. ചെയ്യുന്നത് തെറ്റാണോ എന്ന് പലവരും മനസ്സിൽ തോന്നിയതാണ്. തന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയായിരുന്നോ? അല്ല. 20ാമത്തെ വയസ്സിൽ വിവാഹം. അന്ന് തനിക്ക് ഈ ലോകം എന്തെന്നും ലോകത്തിലെ കാപട്യങ്ങളെന്തെന്നും മനസ്സിലാകാത്ത നാട്ടിൻപുറത്തുകാരി തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആലോചിച്ചു, തന്റെ ഭർത്താവിന്റെ അവഗണന എന്തിനെന്ന്. ഒരിക്കലും തന്നെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാത്ത അയാൾ ഒരാണല്ല എന്നറിയാൻ 6 മാസം കാത്തിരിക്കേണ്ടി വന്നു. എന്തു കാരണത്താലാണ് ബന്ധം വേർപ്പെടുത്തിയതെന്ന് ഇന്നും വീട്ടുകാർക്കറിയില്ല. വീട്ടിൽ വെറുതെയിരുന്ന അവസരങ്ങളാണ് തന്നെ ഒരു എഴുത്തുകാരിയാക്കി മാറ്റിയത്. നീണ്ട 15 വർഷങ്ങൾ തന്നെ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരിയാക്കി. പക്ഷേ തന്നിലെ പെണ്ണിനെ ആരും അറിഞ്ഞില്ല. നേടിയ അവാർഡുകൾക്കും പ്രശസ്തി പത്രങ്ങൾക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2 വർഷം മുന്നേയാണ് പത്രപ്രവർത്തകയായ ശില്പയെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ പരിചയപ്പെടുന്നത്. കുറേശ്ശെ അവളുമായി ഒരു നല്ല സൗഹൃദം ഉടലെടുത്തു. ആധുനിക യുഗത്തിലെ പെണ്ണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവളുടെ സാന്നിധ്യവും അടുപ്പവുമാണ് തന്റെ മനസ്സ് അവളോട് തുറക്കാൻ കാരണമായത്. എന്തും തുറന്നു പറയുന്ന പ്രകൃതമായിരുന്നു അവളുടേത്. താനിപ്പോഴും വെർജിനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിശയത്തോടെയാണ് തന്നെ നോക്കിയത്. അവളുടെ മനസ്സിലെ കഥകളും ചിന്തകളും സംസാരങ്ങളും ഇടപഴകലുമാണ് തന്നിലെ പെണ്ണിൽ വീണ്ടും മോഹമുണർത്തിയത്. പക്ഷേ താൻ സമൂഹത്തെ ഭയന്നു. താനിപ്പോൾ 25-കാരിയല്ല 35 ബോധം മനസ്സിനെ വല്ലാതെ അലട്ടി. ഒരു രാത്രിയിൽ ഒപ്പം കിടന്ന ശില്പയോട് തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറഞ്ഞുകിടന്ന ആഗ്രഹങ്ങൾ ചിന്തകളായി മനസ്സിനെ അലട്ടി. എപ്പോഴോ ഒരാവേശത്തിൽ ശില്പിയെ ഇറുകെ പുണർന്നു. 1 മണിക്കൂർ നേരത്തെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരാളെ തേടിയാൽ തന്റെ പേരിനും പ്രശസ്തിക്കും അപവാദമാകുമെന്ന് ഭയന്നപ്പോൾ അന്ന് ആ രാത്രിയിലായിരുന്നു അവൾ ഇക്കാര്യം പറഞ്ഞത്. കൊച്ചിയിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന മെയിൽ എസ്കോർട്ടുകളെക്കുറിച്ച്. പുരുഷവേശ്യകളെന്ന് ആദ്യം കേട്ടപ്പോൾ ഞെട്ടുകയാണ് ചെയ്തത്. ആരുമറിയാതെയുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും നല്ലത് അതുതന്നെയെന്നായിരുന്നു അവളുടെ വിശ്വാസം. അങ്ങനെ എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏതോ സൈറ്റിൽ നിന്നും ഒരുപാട് പ്രൊഫൈലുകൾ ശില്പ തന്നെ കാണിച്ചു. അതിൽ നിന്നും തെരഞ്ഞെടുത്തതാണിത്. അരവിന്ദ് എന്ന പേര് തന്നെ കൃത്യമാണോ എന്നറിയില്ല. പക്ഷേ ആൾ തന്നെയാവണം വരേണ്ടതെന്ന ഉറപ്പിൽ ഡീൽ ഉറപ്പിച്ചു. തുക കൂടുതലായിരുന്നു. എങ്കിലും ഫോട്ടോയിൽ കണ്ട രൂപത്തോട് ഒരെടുപ്പം തോന്നിയതിനാൽ അത് തന്നെ ഉറപ്പിച്ചു. അവൾ ഒരിക്കൽ കൂടി കയ്യിലെ വാച്ചിൽ നോക്കി. സമയമാകാൻ ഇനിയും 1 മണിക്കൂർ കൂടിയുണ്ട്. എഴുന്നേറ്റ് കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കി. എന്തോ ഒരു സംതൃപ്തിക്കുറവ് തോന്നി. ബാഗ് തുറന്ന് ടവലും മറ്റുമെടുത്ത് ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി. ആ സാരി ഒരിക്കൽ കൂടി ചുളിവുകൾ മാറ്റി നന്നായി ഉടുത്തു. വാച്ചിൽ ഒരിക്കൽ കൂടി നോക്കി. 1/2 മണിക്കൂർ കൂടി സമയമുണ്ട്. മുടി വിടർത്തി ഉണക്കി. മുടിയിൽ നിന്നും വെള്ളം ഇറ്റ് പുറം ഭാഗം നനയുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മുഖത്ത് മേക്കപ്പ് നടത്തി. എപ്പോഴും തന്റെ ശീലമായ അല്പം വലിയ വട്ടപ്പൊട്ടെടുത്ത് തൊട്ടു. കണ്ണാടിയിൽ നോക്കി ഒരിക്കൽ കൂടി സംതൃപ്തി വരുത്തി. വീണ്ടും വാച്ചിൽ നോക്കി സമയം അടുക്കും തോറും മനസ്സിൽ സംഭ്രമം കൂടി വന്നു. അകാരണമായ ഭയം മനസ്സിൽ തങ്ങി. ഒരു വേള ഇതൊന്നും വേണ്ടായിരുന്നു എന്ന തോന്നലിലേക്കെത്തി. പെട്ടെന്നുള്ള സംഭ്രമത്തിൽ റൂം വെക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലാൻഡ് ഫോണിൽ നിന്നും റിസപ്ഷനിലേക്ക് കോൾ ചെയ്യാനൊരുങ്ങുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. വാതിലിനടുത്തേക്ക് നടക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു. വീണ്ടും ബെൽ കേട്ടു. തുടർച്ചയായി 2-3 തവണയായപ്പോൾ ധൈര്യം സംഭരിച്ച് വാതിലിനു നേർക്കു നടന്നു. വാതിൽ തുറന്നപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ചെറുപ്പമല്ല ആൺ.
ഫോട്ടോയിൽ കണ്ട ആൾ തന്നെ. അനിത മാഡമല്ലേ? ആളിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അവളുടെ മനസ്സ് ഒന്ന് തണുത്തു. അവൾ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. ഞാൻ അരവിന്ദാണ്. നിങ്ങളുടെ ഓർഡർ. അയാൾ അത് പറഞ്ഞപ്പോൾ യാന്ത്രികമായി അവൾ വാതിൽ തുറന്നിട്ട് തിരിഞ്ഞു നടന്നു. അരവിന്ദ് അകത്തേക്ക് കയറി വാതിൽ അടച്ചു കുറ്റിയിട്ടു. താക്കോലിട്ട് റൂം ലോക്ക് ചെയ്തു. എന്തിനാണ് പൂട്ടിയത്? അവൾ അല്പം ഭയത്തോടെ ചോദിച്ചു. തുറന്നിടുന്നത് ശരിയാണോ? അരവിന്ദന്റെ ചോദ്യം പിന്നെയും വന്നു. അവളുടെ മുഖത്തെ ഭീതിയവൻ കണ്ടു. ഇത്രയും ഭയമുണ്ടെങ്കിൽ എന്തിനിവർ ഇതിനു വന്നു? താനതൊന്നും ചിന്തിക്കേണ്ടല്ലോ. തനിക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ എന്ന ചിന്തയിൽ അവൻ നിന്നു. കാര്യങ്ങൾ കഴിയാതെ കാശും കിട്ടില്ലല്ലോ എന്ന ചിന്ത അവനെയും കുഴപ്പിച്ചു. അവൾ ഈ സമയം അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. പ്രായം തോന്നുന്നുണ്ട്. 35 മേൽ പ്രായമുണ്ട്. മുടി ഭംഗിയായി ചീകിയൊതുക്കിയിരിക്കുന്നു. കട്ടി മീശയും ക്ലീൻ ഷേവും. പാന്റും ഷർട്ടിലും ആൾ നീറ്റാണെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ഇവൻ തന്റെ മാത്രം സ്വന്തമല്ലല്ലോ എന്നോർത്തപ്പോൾ മനസ്സിലൊരു വിങ്ങൽ. താനും ചെറുപ്പക്കാരനെയല്ലല്ലോ അന്വേഷിച്ചത്. അല്പം പക്വത തോന്നുന്ന ആളിനെയാണ് അന്വേഷിച്ചതും. അരവിന്ദ് ഈ സമയം അവളെയും റൂമിനകത്തും കണ്ണുകൾ പായിച്ചു. ബാഗിനുള്ളിൽ പകുതി തുറന്ന നിലയിൽ പേപ്പർ പൊതിയിൽ മുല്ലപ്പൂവ് കണ്ടു. അവൻ അതെടുത്ത് മണപ്പിച്ച ശേഷം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുല്ലപ്പൂക്കൾ ബെഡിലേക്ക് വാരി വിതറിയ ശേഷം പേപ്പർ വേസ്റ്റ് ബിന്നിലേക്കിട്ടു. അവന് ജോലി കഴിഞ്ഞു പോകാനുള്ള തിടുക്കമുണ്ടെന്ന് അവന്റെ പ്രവൃത്തികളിൽ നിന്നും അവൾക്ക് തോന്നി. അവൻ അവളുടെ തൊട്ട് മുന്നിലെത്തി നിന്നു. അവന്റെ നോട്ടത്തെ നേരിടാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു. അവൻ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും കോണ്ടം പാക്കറ്റുകൾ എടുത്ത് ടേബിളിലേക്കിട്ടു. ഒരിക്കൽ കൂടി മുഖമുയർത്തിയവൾ അവനെ നോക്കി. അവന്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി. അവന്റെ കൈകൾ സാരിത്തുമ്പിനെ പിടിച്ചു വലിച്ചപ്പോൾ അത് മാറിൽ നിന്നും ഉതിർന്ന് താഴേക്ക് വീണു. ഒരു ഞെട്ടലോടെ അവൾ കൈകൾ പിണച്ചു പിടിച്ച് മാറിടം മറച്ചു. അവന്റെ ശ്വാസോച്ഛ്വാസം തന്റെ പിണച്ചു പിടിച്ച കൈകൾക്കിടയിലൂടെ മാറിടങ്ങളിൽ പതിക്കുന്നുണ്ടായിരുന്നു. അവന്റെ 2 കൈകളും അവളുടെ തോളുകളിൽ ഇരുവശത്തുമായി അമർന്ന മുന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ അവൾ സ്വയം മറന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നുമുയർന്ന അനിർവചനീയമായ ഗന്ധം അവളെ ചെറിയ തോതിൽ മത്തുപിടിപ്പിച്ചിരുന്നു. അവന്റെ കൈവിരലുകൾ അവളെ വിവസ്ത്രയാക്കാൻ കൊതിപൂണ്ട് ഓയിട്ടി നടന്നു. കാര്യം പെട്ടെന്ന് സാധിച്ച് പണം വാങ്ങിപ്പോകാനുള്ള ത്വര അവന്റെ പ്രവൃത്തികളിൽ കണ്ടു തുടങ്ങിയപ്പോൾ പത്തി വിടർത്തിയ നാഗകനികയെപ്പോലെ വിറച്ചുകൊണ്ടവൾ സ്വമനസ്സാലെ അവന്റെ പ്രവൃത്തികളുടെ വേഗത കുറപ്പിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം തന്നിൽ നിന്നും നഷ്ടമാകുന്നത് അവളറിഞ്ഞു. അവന്റെ കരപരിലാളനകൾക്കൊപ്പം അവന്റെ വസ്ത്രങ്ങളും അഴിഞ്ഞു വീഴുന്നത് ഉൾക്കിടിലത്തോടെ അവൾ കണ്ടു. ആ കാഴ്ച നേരിടുവാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുകിപൂട്ടി. കണ്ണുകൾ അടച്ചുപിടിച്ചുവെങ്കിലും ഉപബോധ മനസ്സിലൂടെ അവളറിഞ്ഞു അവർ 2 പേരും വിവസ്ത്രരാണെന്നുള്ള സത്യം. അവൻ എടുത്തുയർത്തിയപ്പോൾ അവളൊരു നറുപുഷ്പമായി മാറുകയായിരുന്നു. അവളുടെ അരയിലെ വെള്ളിയരഞ്ഞാണത്തിന്റെ തുമ്പ് താഴേക്ക് ഊർന്ന് ആടുന്നുണ്ടായിരുന്നു. കണങ്കാലിലെ പാദസ്വരങ്ങൾ കിലുങ്ങിയിരുന്നു. അവൾ ബെഡിലേക്ക് പതിയെ കിടത്തപ്പെടുന്നതും അവൻ അവളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല വിധത്തിൽ അവളുടെ മനസ്സ് പൊട്ടി വിടരാൻ കൊതിച്ചു. അരയിലെ അരഞ്ഞാണം അവന്റെ കട്ടി മീശയിൽ ഉടക്കി വലിഞ്ഞപ്പോൾ തന്നിൽ നിന്നും ഉയർന്ന ശീൽക്കാരത്തിനിടയിലും താൻ ആദ്യമായിട്ടാണ് എന്ന മുന്നറിയിപ്പിൽ അവനൊന്ന് ഞെട്ടിയിരുന്നു. പിന്നെയവന്റെ തേരോട്ടം അല്പം സാവധാനത്തിലായിരുന്നു. കുറേശ്ശെ കൊടുമുടിയുടെ അത്യുന്നതങ്ങളിലേക്ക് നടന്നു കയറിയ അവർ ഇടറി വീണപ്പോൾ ഉണ്ടായ നോവിനെ അവന്റെ കരപരിലാളനങ്ങൾ തപിപ്പിച്ചപ്പോൾ ദൈന്യയോടെയും അനുഭൂതിയോടെയും അവളവന്റെ മുഖത്തെ തന്നോട് ചേർത്തു. പതിയെയവർ കൊടുമുടിയുടെ മുകളിലേക്കെത്തി മറുവശത്തെ താഴ്വരയിലെ പൂന്തോപ്പ് അവരെ താങ്ങി നിർത്തി. അപ്പോഴും അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിണഞ്ഞ് അവന്റെ മുഖത്തെ തന്റെ മുഖത്തോട് ചേർത്തിരുന്നു. കൈകൾ ബലം പ്രയോഗിച്ച് അകത്തി അവൻ എഴുന്നേറ്റപ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയോടവൾ കാലുകൾ ഇറുകെ പൂട്ടി. കണ്ണുകൾ അടച്ചുപിടിച്ചുവെങ്കിലും ഉപബോധ മനസ്സിലൂടെ അവളറിഞ്ഞു അവർ 2 പേരും വിവസ്ത്രരാണെന്നുള്ള സത്യം. അവൻ എടുത്തുയർത്തിയപ്പോൾ അവളൊരു നറുപുഷ്പമായി മാറുകയായിരുന്നു. അവളുടെ അരയിലെ വെള്ളിയരഞ്ഞാണത്തിന്റെ തുമ്പ് താഴേക്ക് ഊർന്ന് ആടുന്നുണ്ടായിരുന്നു. കണങ്കാലിലെ പാദസ്വരങ്ങൾ കിലുങ്ങിയിരുന്നു. അവൾ ബെഡിലേക്ക് പതിയെ കിടത്തപ്പെടുന്നതും അവൻ അവളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല വിധത്തിൽ അവളുടെ മനസ്സ് പൊട്ടി വിടരാൻ കൊതിച്ചു. അരയിലെ അരഞ്ഞാണം അവന്റെ കട്ടി മീശയിൽ ഉടക്കി വലിഞ്ഞപ്പോൾ തന്നിൽ നിന്നും ഉയർന്ന ശീൽക്കാരത്തിനിടയിലും താൻ ആദ്യമായിട്ടാണ് എന്ന മുന്നറിയിപ്പിൽ അവനൊന്ന് ഞെട്ടിയിരുന്നു. പിന്നെയവന്റെ തേരോട്ടം അല്പം സാവധാനത്തിലായിരുന്നു. കുറേശ്ശെ കൊടുമുടിയുടെ അത്യുന്നതങ്ങളിലേക്ക് നടന്നു കയറിയ അവർ ഇടറി വീണപ്പോൾ ഉണ്ടായ നോവിനെ അവന്റെ കരപരിലാളനങ്ങൾ തപിപ്പിച്ചപ്പോൾ ദൈന്യയോടെയും അനുഭൂതിയോടെയും അവളവന്റെ മുഖത്തെ തന്നോട് ചേർത്തു. പതിയെയവർ കൊടുമുടിയുടെ മുകളിലേക്കെത്തി മറുവശത്തെ താഴ്വരയിലെ പൂന്തോപ്പ് അവരെ താങ്ങി നിർത്തി. അപ്പോഴും അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിണഞ്ഞ് അവന്റെ മുഖത്തെ തന്റെ മുഖത്തോട് ചേർത്തിരുന്നു. കൈകൾ ബലം പ്രയോഗിച്ച് അകത്തി അവൻ എഴുന്നേറ്റപ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയോടവൾ കാലുകൾ ഇറുകെ പൂട്ടി. ആ നീറുന്ന സുഖാനുഭൂതിയിലും കണ്ണുകൾ അടച്ചു തുറന്നപ്പോൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന അരവിന്ദനെയാണവൾ കണ്ടത്. അടുത്തു കിടന്ന ഷീറ്റെടുത്തവൾ നാണം മറച്ചപ്പോൾ ഊരിയെറിയപ്പെട്ട കോണ്ടവുമായി അതിന്റെ കാലിയായ കവറുമെടുത്ത് ബാത്ത് റൂമിലേക്ക് അവൻ പോയിരുന്നു. അവൻ തിരികെ വന്ന പോക്കറ്റിൽ നിന്നും കർച്ചീപ്പ് എടുത്ത് കൈകൾ തുടച്ചിട്ട് അവളെ നോക്കി. സുഖാലസ്യത്തിൽ ആണ്ടുകിടന്നിരുന്ന അവളെ അവൻ തട്ടി വിളിച്ചു. മാഡം, കാശ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അരവിന്ദന്റെ പറച്ചിൽ കേട്ട് വാരി ചുറ്റിയ ഷീറ്റോടെ എഴുന്നേറ്റ് പേഴ്സ് തുറന്ന് ബാൻഡിട്ട് വെച്ചിരുന്ന നോട്ടുകെട്ടുകൾ അവന് നേരെ നീട്ടി. അവനത് വാങ്ങുമ്പോൾ അവളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകിടന്നിരുന്നു. നിന്റെ നമ്പർ എനിക്ക് തന്നിട്ട് പോകൂ. മാഡോ ഏജൻസിയുമായി ബന്ധപ്പെടൂ. ഇത് ഞങ്ങളുടെ നിബന്ധനകൾക്ക് പുറമാണ് എന്ന് പറഞ്ഞവളെ ബലമായി പിടിച്ചകറ്റി ഒരിക്കൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ വാതിൽ തുറന്നവൻ മറഞ്ഞു.
വാതിലടച്ചു വന്ന അവൾ ബെഡ് ഷീറ്റിന്റെ മധ്യഭാഗത്തെ ചോരപ്പാടുകൾ കണ്ട് അതെടുത്ത് ചുരുട്ടി പ്ലാസ്റ്റിക് കൂടിയിലേക്ക് ഇട്ടു. ക്ഷീണത്തോടെ ബെഡിലേക്ക് വീണയവളുടെ കൺമുന്നിലെപ്പോഴും അരവിന്ദന്റെ ചിരിക്കുന്ന മുഖമായിരുന്നു. അവളറിയാതെ തന്നെ നീണ്ട ഉറക്കത്തിലേക്കവൾ വഴുതി വീണു. അപ്പോഴും അവളുടെ സ്വപ്നങ്ങളിൽ അരവിന്ദൻ സമ്മാനിച്ച സുന്ദര നിമിഷങ്ങളായിരുന്നു. എപ്പോഴോ മൊബൈൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉറക്കമുണർന്നത്. ശില്പ കോളിങ്. ഒപ്പം അവൾ മൊബൈലിലെ സമയം നോക്കി. 6 മണിയായിരിക്കുന്നു. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു അരവിന്ദൻ? അടിപൊളി ശില്പ മോളെ. ഓ, അപ്പോൾ അടിച്ചു പൊളിച്ചു എന്ന് ശില്പയൽപ്പം കുസൃതിയോടെ ചോദിച്ചു. ശില്പേ, എനിക്കവനെ ഒന്നുകൂടി ബുക്ക് ചെയ്യണം. നാളെ വേണ്ട, മറ്റന്നാളത്തേക്ക്, അവൾ അലക്ഷ്യമായി പറഞ്ഞു. ബട്ട് ചേച്ചി, ഹി ഈസ് വെരി എക്സ്പെൻസീവ്. സാരമില്ല ശില്പ, ഞാനീ പണമെല്ലാം കുന്നുകൂട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? അവൾ നിസ്സംഗഭാവത്തിൽ മറുപടി പറഞ്ഞു. കോൾ കട്ടായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശില്പയുടെ മെസ്സേജ് വന്നു. ബുക്ക്ഡ് എന്ന്. അപ്പോഴും അവളുടെ മനസ്സിൽ നിന്നും അരവിന്ദന്റെ മുഖവും അവൻ സമ്മാനിച്ച നോവുകളും സുഖങ്ങളും വിട്ടുമാറിയിരുന്നില്ല. അതിനടുത്ത ദിവസം തൃശൂരിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അവൾ അതേ ഹോട്ടലിൽ തന്നെ വന്ന് താമസിച്ചു. വീണ്ടും അതേ മുറി അന്വേഷിച്ചു കിട്ടിയപ്പോൾ അവൾ കൂടുതൽ സന്തോഷിച്ചു. ആ മുറിയിലെ നിശ്വാസങ്ങളിൽ അരവിന്ദന്റെ സാമീപ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അന്നത്തെ അവളുടെ ദിവസം മുഴുവൻ തുടർന്നെഴുതി വരുന്ന കഥയുടെ തിരക്കിലായി. അടുത്ത ദിവസം ഉണരുമ്പോൾ അവൾ അത്യധികം ഉന്മേഷവതിയായിരുന്നു. അരവിന്ദന്റെ ചിരിക്കുന്ന മുഖം ഒരിക്കൽ കൂടി അവളുടെ മനസ്സിൽ മിന്നിത്തിളങ്ങി. അവൻ വരുന്ന സമയമായപ്പോഴേക്കും അവൾ 2 പേർക്കുള്ള ഭക്ഷണം വരുത്തിവെച്ചിരുന്നു. ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവനോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനാണ് അവൾ ശ്രമിച്ചത്. കൃത്യസമയത്ത് തന്നെ അരവിന്ദൻ എത്തി. അവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചെങ്കിലും വിമുഖത കാട്ടി. അവനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കി. എന്നാൽ ഇന്നവൾ സ്വമേധയാ അവനടുത്തേക്ക് നടന്നുചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവന്റെ നിസ്സംഗഭാവത്തിലും അലസതയിലും അക്ഷമയായ അവൾ പ്രതികരിച്ചു. തരുന്ന പണത്തിനുള്ള ആത്മാർത്ഥതയെങ്കിലും ചെയ്യുന്ന ജോലിയിൽ കാണിച്ചുകൂടെ? സോറി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉഷാറായി. ആദ്യത്തേതിനേക്കാൾ അനായാസകരമായ ശുഭമുഹൂർത്തങ്ങൾക്ക് ശേഷം അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ മുഖം വെച്ച് കിടക്കാനൊരുങ്ങിയ അവളെ പിടിച്ചകറ്റി അവൻ. എഴുന്നേറ്റ് വേഗം ഡ്രസ്സ് മാറി ബാത്റൂമിൽ പോയി വന്നു. അവന്റെ പോകുവാനുള്ള തിടുക്കം കണ്ട് പണമെടുത്ത് അവൾ അവനെ ഏൽപ്പിച്ചു. എന്നാൽ ആദ്യം ദിവസം പോലെയായിരുന്നില്ല ഇത്തവണ. അവൾ പണം അവനെ ഏൽപ്പിച്ചപ്പോൾ ഒരു താങ്ക്സ് അവൻ പറഞ്ഞു തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. വാതിലടക്കുന്നതിനു മുൻപ് ഒരിക്കൽ കൂടി അവന്റെ നോട്ടം അവളിലെത്തി. അതു കണ്ട് അവളറിയാതെ പുഞ്ചിരിച്ചു. പെട്ടെന്നവൻ തിരിഞ്ഞ് അകത്തേക്ക് വന്നു. മാഡം, എന്റെ നമ്പർ 9847. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങളുടെ റൂൾസ് പ്രകാരം അത് തെറ്റില്ലേ? ആ ചോദ്യത്തിൽ അരവിന്ദന്റെ അന്നത്തെ ഭാവത്തിന് തിരിച്ചടി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചാണ് അവളെ പറഞ്ഞത്. മാഡം, ഇന്നുകൊണ്ട് ഏജൻസിയുമായുള്ള എന്റെ കരാർ കഴിയും. പിന്നെ ഞാൻ ഫ്രീയാണ്. അവന്റെ മറുപടി വന്നപ്പോൾ താൻ ആ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നവൻ മുറി വിട്ടുപോവുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കു ശേഷം കോഴിക്കോട്ടെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അവനെ അരവിന്ദനെ വിളിക്കുന്നത്. അവൻ എത്തുമെന്ന് അറിയിച്ചതനുസരിച്ച് അവൾ ഹോട്ടലും ബുക്ക് ചെയ്തു. അതേ റൂമും അവൾക്ക് കിട്ടി. അരവിന്ദനെ ഓർക്കുമ്പോഴൊക്കെ തന്നെ മനസ്സ് തരളിതമാകുന്നത് അവളറിഞ്ഞു. അവനു വേണ്ടി തന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നത് അവളറിഞ്ഞു. അവൾ ഹോട്ടലിലെത്തുമ്പോൾ അരവിന്ദൻ റിസപ്ഷനിൽ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം അവൾ അവനൊപ്പം റൂമിലേക്ക് നടന്നു. അവളുടെ വലിയ ഹാൻഡ് ബാഗ് അവനപ്പോൾ തോളിലേറ്റിയിരുന്നു. റൂമിലെത്തി ഫ്രഷ് ആകാൻ ടവലെടുത്തു. ഞാനൊന്ന് ഫ്രഷായി വരാം അരവിന്ദ് എന്ന് പറഞ്ഞ് അവളെ കൈക്ക് പിടിച്ച് അരവിന്ദൻ തടഞ്ഞു. ഇന്ന് ഇങ്ങനെ മതി. അവന്റെ വശിയാർന്ന പാൽവർണ്ണ പുഞ്ചിരിയിൽ മയങ്ങിയവൾ അവന്റെ കവിളിൽ നുള്ളി. അരവിന്ദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. എങ്കിൽ കഴിച്ചാലോ? അവൾ ചോദിച്ചതിന് അവൻ തലയാട്ടി. ഉടൻ തന്നെ റിസപ്ഷനിലേക്ക് വിളിച്ച് ഫുഡിന് ഓർഡർ കൊടുത്തു. അരവിന്ദന്റെ വീട് എവിടെയാണ്? അവൻ ഇരുന്ന കസേരക്കെതിരെ ബെഡിൽ ഇരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആലുവയാണ്. ആരൊക്കെയുണ്ട് വീട്ടിൽ? സുഖമില്ലാത്ത അമ്മ മാത്രം. വയ്യാത്ത അമ്മ തനിയാണോ ഇപ്പോൾ വീട്ടിൽ? അടുത്ത വീട്ടിലെ ചേച്ചിയെ പറഞ്ഞേൽപ്പിച്ചാണ് പോന്നത്. പിന്നെ മാഡം, ഒരു കാര്യം കൂടി. എന്താണ്? അവന്റെ മുഖവുര കണ്ട് കൗതുകത്തോടെ അവൾ അവനെ നോക്കി ചോദിച്ചു. അന്ന് തന്ന പണത്തിൽ 5000 രൂപ കൂടുതലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് എണ്ണി നോക്കുമ്പോഴായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മയുടെ ആവശ്യത്തിന് തികയാതെ വന്നപ്പോൾ അതെടുത്ത് ചെലവാക്കേണ്ടി വന്നു. അരവിന്ദന് പണത്തിന് എന്തോ ബുദ്ധിമുട്ട് എന്ന് കണ്ടതിനാലാണ് പൂർവ്വം ഞാനത് വെച്ചത്. അന്ന് എന്തായിരുന്നു അത്ര ധൃതി? അമ്മയുടെ ഏകമകനാണ് ഞാൻ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചത്. എന്റെ നിർഭാഗ്യം കൊണ്ട് നല്ല ജോലികളൊന്നും വന്നില്ല. നാട്ടിൽ ഒരു പാരലൽ കോളേജിൽ അധ്യാപകനായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് അമ്മ ഒരു ദിവസം തല ചുറ്റി വീണത്. തലയിലെ ഞരമ്പ് ഏതോ പൊട്ടിയതാണെന്ന്. ഉടനെ സർജറി വേണമെന്ന്. പണയപ്പെടുത്താനും കടം വാങ്ങാനും ഇനിയാരും നാട്ടിൽ ബാക്കിയില്ലാത്തതിനാൽ കൊച്ചിയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഇമെയിൽ എസ്കോർട്ടിന്റെ പണി എളുപ്പം കാശുണ്ടാക്കാൻ കഴിയുന്നതാണെന്ന് അറിഞ്ഞത്. എന്റെ 4ാമത്തെ ഓർഡർ ആയിരുന്നു നിങ്ങൾ. അതോടെ ഞാൻ ഏജൻസിയുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിരുന്നു. ഓപ്പറേഷന്റെ അന്ന് പണം തികയാതെ വന്നപ്പോഴാണ് എന്നെ തന്നെ മതിയെന്നും പറഞ്ഞ് നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞത്. അതായിരുന്നു അന്ന് ഞാൻ അത്ര തിടുക്കം കാണിച്ചത്. പൊടു വന്നപ്പോൾ സംസാരം ബ്രേക്കായി. മസാല ദോശയായിരുന്നു കൊണ്ടുവന്നത്. അവൾ തന്നെ അത് 2 പ്ലേറ്റുകളിലായി പകർന്ന് ഒന്ന് അവന് നേരെ നീക്കിവെച്ചു. ഒപ്പം ഗ്ലാസുകളിൽ ചായയും വെള്ളവും പകർന്നുവെച്ചു.
രണ്ടുപേരും കഴിച്ചു തുടങ്ങി. എന്നിട്ട് ബാക്കി പറയാ അരവിന്ദ്. പണം വാങ്ങിപ്പോയപ്പോൾ കൂടുതലുള്ളത് ശ്രദ്ധിച്ചില്ല. അവിടെ വെച്ചാണ് എനിക്കത് മനസ്സിലായത്. പണം ഓപ്പറേഷന് ഞാൻ ചെലവാക്കി. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും അമ്മയുടെ ഒരു വശം തളർന്നിരുന്നു. പക്ഷേ ജീവനോടെയെങ്കിലും അമ്മയെ എനിക്ക് കിട്ടിയല്ലോ. ബന്ധുവെന്ന് പറയാൻ ഒരാളെങ്കിലും ജീവനോടെയുണ്ടല്ലോ എന്ന സമാധാനമാണ്. പണത്തിന്റെ വിവരം വിളിച്ചു പറയാൻ എന്റെ കയ്യിൽ നമ്പറില്ലായിരുന്നു. ആ പണം മടക്കിത്തരാനും എനിക്കിപ്പോൾ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏജൻസിയുടെ ഭാഗമല്ലാതിരുന്നിട്ട് കൂടി വിളിച്ചിടാനെത്തിയത്. അരവിന്ദ് അത്രയും പറയുമ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞിരുന്നു. പാത്രം മാറ്റിവെച്ച് രണ്ടുപേരും കൈ കഴുകി വന്നു. അപ്പോൾ ഇത് കടം വീട്ടാനുള്ള വരവാണോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അല്ല, ഞാനിപ്പോൾ മെയിൽ എസ്കോർഡല്ല. ഇതിപ്പോൾ എന്റെയും കൂടി ആവശ്യമാണ്. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ തൊട്ടടുത്തെത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിലെ ഭാവമെന്തെന്ന് അവന് നിർവചിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ അനങ്ങാതെ നിന്നു. അവൾ സാരിയുടെ മുന്താണി അഴിച്ചു മുന്നിലേക്കിട്ടു. അപ്പോഴും അവൻ അനങ്ങാതെ നിന്നപ്പോൾ അവൾ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കൈകളും തന്നെ വരിഞ്ഞുമുറുക്കുന്നത് അവൾ മനസ്സോടെ അറിഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്നും കോണ്ടം പാക്കറ്റുകൾ പുറത്തെടുത്തപ്പോൾ അവളത് വാങ്ങി ചുരുട്ടി വേസ്റ്റ് ബിന്നിലിട്ടു. നീയിപ്പോൾ ഒരു എസ്കോർഡല്ല, നീയിപ്പോൾ എന്റെ മാത്രം സ്വന്തമാണ്. രണ്ടു കൈകൊണ്ടും അവന്റെ കോളറിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവന്റെ കൈകൾ അവളെ വരിഞ്ഞുമുറുക്കിയപ്പോൾ അവൾ മുഖമുയർത്തി അവന്റെ ചുണ്ടുകളിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു. ആ നീണ്ട ചുംബനം അവരെ വീണ്ടും കൊടുമുടികൾ കീഴടക്കുവാൻ പ്രേരിപ്പിച്ചു. ഏറെ നേരത്തിനുശേഷം കിതപ്പുകൾ അടങ്ങിയപ്പോൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് അവൾ കിടക്കുകയായിരുന്നു. അനിത പുത്തേടത്ത് എന്ന എഴുത്തുകാരി എന്തിനാണ് സ്വത്വമെല്ലാം മറച്ചുവെച്ച് ഇങ്ങനെയൊരു കാര്യത്തിനിറങ്ങിയത്? അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ടാണ് അവൻ ചോദിച്ചത്. അതൊക്കെ വളരെ രഹസ്യങ്ങളാണ്. പിന്നൊരിക്കൽ പറ്റിയാൽ പറയാം. അതുപോകട്ടെ, 35 വയസ്സുകാരൻ എന്തിനാണ് 30 വയസ്സ് എന്ന് പ്രൊഫൈലിൽ തിരുത്തിയത്? അവൾ കൊഞ്ചലോടെ ചോദിച്ചു. അതൊക്കെ രഹസ്യമാണ്. പിന്നൊരിക്കൽ പറ്റിയാൽ പറയാം. അരവിന്ദ്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. എനിക്ക് നീയില്ലാതെ പറ്റില്ലടാ. ഇത്രയും ബോൾഡായ എഴുത്തുകാരിയാണോ ഇങ്ങനെ പറയുന്നത്? എഴുത്തല്ല, എന്റെ പ്രണയമാണ് എനിക്ക് വലുത്. നീ എന്റെ പ്രണയമാണ്. നിന്നെ എനിക്ക് വേണം. അവന്റെ രോമാവൃതമായ നെഞ്ചിൽ ചുണ്ടുകളമർത്തി അവൾ പറഞ്ഞു. കഴിയില്ല മാഡം. എന്റമ്മയെ ഉപേക്ഷിച്ച് എനിക്കെങ്ങോട്ടും വരാൻ കഴിയില്ല. എന്റമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അരവിന്ദ്, എന്റെ ജീവിതം നിനക്കുള്ളതാണ്. നിനക്കുവേണ്ടി ഈ ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ ചുണ്ടുകളമർത്തി. അവനൊപ്പം അവളും തിരിച്ചു മടങ്ങാൻ തയ്യാറായി. അവൾ ബാഗ് തുറന്ന് കുറച്ചു പണം അവന് നേരെ നീട്ടി. ഇന്നത്തേക്കെന്നല്ല, ഇനിയുള്ള കാലം പണത്തിനായുള്ള ഈ ജോലി ഞാൻ മതിയാക്കി. അരവിന്ദ്, ഇത് അതിനുള്ള പണമല്ല, അമ്മയുടെ ആവശ്യങ്ങൾക്കാണ്. ഇത് വെച്ചോളൂ. വേണ്ട മാഡം, ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങൾക്കൊക്കെയുള്ള വരുമാനം എനിക്കുണ്ട്. ആവശ്യം വന്നാൽ എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നു പറഞ്ഞവൻ അവളെ കാറിൽ മടക്കി അയച്ചു. പോരുമ്പോൾ എന്തെന്നില്ലാത്ത വിധത്തിൽ അവളുടെ കണ്ണുകൾ ഈറനായി. കാർ കാഴ്ചയിൽ നിന്നും അറിയുവോളം അരവിന്ദും അവിടെത്തന്നെ നിന്നു. തിരുവനന്തപുരത്തെത്തി ശില്പിയെ കണ്ട് അതുവരെയുണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചു. അവളും വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ഇനിയെന്താണ് നിന്റെ പ്ലാൻ? ഇവിടം മതിയാക്കുകയാണ്. ഇനിയുള്ള കാലം അവനൊപ്പം, എന്റെ അരവിന്ദനൊപ്പം ജീവിക്കണം. അതിന് കുറഞ്ഞത് 3 മാസം സമയമെടുക്കും. എല്ലാം ഒന്ന് സെറ്റിലാക്കാൻ. അതു കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് മടക്കും. അവൾ പറഞ്ഞു നിർത്തി. കൃത്യം 2 മാസങ്ങൾക്കു ശേഷം തിരുവനന്തപുരത്തെ ക്രയോൺ ഹാളിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ദാന ചടങ്ങ്. മികച്ച കഥാകാരിക്കുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡ് അനിത പുത്തേടത്തിന് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ അനിത വേദിയിലേക്ക് കയറിച്ചെന്നു. അവാർഡും പ്രശസ്തിപത്രവും സ്വീകരിച്ച ശേഷം നന്ദി പറയുവാനായി അവൾ മൈക്കിനടുത്തെത്തി. എല്ലാവരെയും അഭിസംബോധന ചെയ്ത് മുന്നിലെ സദസ്സിനെ നോക്കിയപ്പോൾ ഏറ്റവും പിന്നിലായി കൈകൾ കെട്ടി നിൽക്കുന്ന ആളിനെ കണ്ട് അവളുടെ പ്രസംഗം ഒരു നിമിഷം നിലച്ചു. തന്റെ അരവിന്ദ്. അവളുടെ നോട്ടം കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിന്നിലേക്ക് പോയി. എങ്കിലും സംയമനം വീണ്ടെടുത്ത് നന്ദി വാചകം പറഞ്ഞു തീർത്ത് അവൾ പെട്ടെന്ന് വേദിയിൽ നിന്നും ഇറങ്ങി. റിപ്പോർട്ടർമാർ ചുറ്റും കൂടിയെങ്കിലും പിന്നൊരിക്കൽ ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞ് അവൾ സദസ്സിന്റെ പിന്നിലേക്ക് ചെന്നു. അരവിന്ദന്റെ കൈക്ക് പിടിച്ച് അവൾ പുറത്തേക്കോടി. കാറിനടുത്ത് ചെന്ന് അവനോട് കാറിൽ കയറാൻ പറഞ്ഞ് അവളും കയറി. അന്നേരമൊന്നും അവൾ അവനെ ശ്രദ്ധിച്ചില്ല. 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അവൾ കാർ ഒരു മരത്തണലിലൊതുക്കി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. 20 ദിവസം മുൻപ് അമ്മ മരിച്ചു. സംസ്കാരവും ചടങ്ങുകളുമെല്ലാം ഭംഗിയായി നടത്തി. അമ്മ കൂടി പോയിക്കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു പോയ പോലെ ഒരു തോന്നൽ. അതാണ് ഇങ്ങോട്ട് വെച്ചുപിടിച്ചത്. അവൾ പെട്ടെന്ന് അവന്റെ കോളറിൽ പിടിച്ച് തന്നോട് വലിച്ചെടുപ്പിച്ച് അവന്റെ ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സറിഞ്ഞു അവന്റെ കൈകൾ തന്നെ ചേർത്ത് പിടിക്കുന്നത്.